ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് മുരിങ്ങക്കായും പരിപ്പും മാങ്ങയും വെച്ചിട്ട് നാടൻ സ്റ്റൈലിലുള്ള ഒരു പരിപ്പ് കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ ഫുള്ളായി കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാവർക്കും കറക്റ്റായി ലഭിക്കുന്നത്. മുരിങ്ങക്കായ പരിപ്പ് കറി ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് പരിപ്പൊന്ന് വേവിച്ചെടുക്കണം. ഒരു കുക്കറിലോട്ട് ഞാനിപ്പോൾ 1/2 കപ്പ് പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് പരിപ്പ് നന്നായി തന്നെ ഒന്ന് വേവിച്ചെടുക്കണം. 2 വിസിൽ വരുന്നവരെ ഹൈ ഫ്ലെയിമിലും 2 വിസിൽ വരുന്നവരെ ലോ ഫ്ലെയിമിലും വെച്ചിട്ട് നന്നായി തന്നെ നമുക്കിത് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങ അരച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ 1 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ പരിപ്പ് ഇവിടെ നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ല രീതിയിൽ വേവിച്ചെടുക്കണം. അപ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ല തിക്നെസ് കിട്ടുന്നത്. ഇതിലോട്ട് നമുക്ക് ആദ്യം മുരിങ്ങക്കായ ചേർത്ത് കൊടുക്കാം. 3 മുരിങ്ങക്കായാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. അതിപ്പോൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഒരു ചെറിയ മാങ്ങ കട്ട് ചെയ്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. മാങ്ങയെല്ലാം പുളിക്കനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ചും എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 3 പച്ചമുളക് നടുകീറി വെച്ചതും കുറച്ച് വേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു സവാള സ്ക്വയേഴ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കണം. ഇനി ഒരു തക്കാളി സ്ക്വയേഴ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ടുള്ള പൊടികളും കൂടെ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് ആദ്യം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് വേവിച്ചെടുക്കണം. മുരിങ്ങക്കായ പരിപ്പ് നന്നായി വെന്തതിന് ശേഷം ഇട്ട് കൊടുക്കണം. മുരിങ്ങക്കായ പെട്ടെന്ന് തന്നെ വെന്ത് വരും. അതുകൊണ്ട് പരിപ്പിൻ്റെ കൂടെ ഇട്ടിട്ട് വേവിക്കുമ്പോൾ അത് ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. നമുക്കൊരു ഗ്ലാസ് വെള്ളം കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ മുരിങ്ങക്കായ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഇനി അരച്ച് വെച്ച് തേങ്ങയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് തിളച്ച് വരണം. ഇപ്പോൾ കറി തിളച്ചിട്ട് എല്ലാം കൂടെ നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കാം. താളിക്കാനായിട്ട് ഇപ്പോൾ ഒരു പാൻ വെച്ചിട്ട് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് അല്പം വേപ്പിലയും 3 ഉണക്കമുളക് പൊട്ടിച്ച് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിന് നമുക്ക് കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കാം. എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. മുരിങ്ങക്കായ പരിപ്പ് കറി ഇപ്പോൾ റെഡി ആയിട്ട് ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.